റിയൽമി ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ സ്മാർട്ട് ഫോണാണ് റിയൽമി 7i. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി 7i എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. റിയൽമി 7 സീരീസിൽ റിയൽമി 7, റിയൽമി 7 പ്രോ എന്നീ ഫോണുകൾ പുറത്തിറക്കി. നമ്മുടെ ചാനലിലൂടെ തന്നെ ഈ രണ്ട് ഫോണുകളുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തിലധികം വ്യൂസ് ഈ രണ്ട് വീഡിയോകൾക്കും ലഭിച്ചതുമാണ്. ആ ഒരു 7 സീരീസിൽ കുറച്ചുകൂടി ലൈറ്റർ വെർഷനാക്കിക്കൊണ്ട് റിയൽമി പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി 7i. നേരത്തെ തന്നെ 6 സീരീസിൽ ഇതുപോലെ റിയൽമി 6 പ്രോ പുറത്തിറക്കി. അതിനുശേഷം അല്പം കൂടി ലൈറ്റർ വെർഷനിൽ പുറത്തിറക്കിയതായിരുന്നു റിയൽമി 6i. അപ്പോൾ ഇതുപോലെ 7 സീരീസിലെ ലൈറ്റർ വെർഷനാണ് 7i എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ, നമുക്ക് റിയൽമി 7iയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ആദ്യം ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആണെങ്കിലും കാഴ്ചയ്ക്ക് ഒരു ഗ്ലാസ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു പ്രീമിയം ലുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്ന ഈ ഒരു പച്ച നിറത്തിലുള്ള ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്ക് തന്നെ ഫീൽ ചെയ്യും. എനിക്ക് ഈ ഒരു ഫോൺ കണ്ടിട്ട് റിയൽമിയുടെ തന്നെ ഹയർ എൻഡ് ഫോണായിട്ടുള്ള റിയൽമി X50 പ്രോ പോലെയൊക്കെ ഒരു കാഴ്ചയ്ക്കൊരു ലുക്ക്, അതിൻ്റെ ഒരു കളർ, ഇതേ കളർ റിയൽമി X50 പ്രോയ്ക്കും ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും ഒരുപാട് ഫിംഗർ പ്രിൻ്റ് ഇതിനകത്ത് ഇപ്പോൾ തന്നെ പതിയുന്നുണ്ട്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെയും ബാക്ക് സൈഡിൽ പോറലുകൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ കേസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ബാക്ക് കേസ് ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ബാക്കിലെ ഡിസൈൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ലൈൻ ഇത്തരത്തിൽ ബാക്കിലൂടെ കടന്നു പോയി ഒരു സെപ്പറേഷൻ നൽകിക്കൊണ്ട് ഒരു ഡ്യുവൽ ടോൺ നമുക്ക് ബാക്കിൽ കാണാം. ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് സംവിധാനം ബാക്കിലാണ് നൽകിയിരിക്കുന്നത്. ക്യാമറ മൊഡ്യൂളിൽ ഇത്തരത്തിൽ 4 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു LED ഫ്ലാഷ് ലൈറ്റും ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാവുന്നതാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ താഴെയായി റിയൽമി എന്ന ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വലതുവശത്ത് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. താഴെ 3.5mm ഓഡിയോ ജാക്കും ചാർജിങ്ങിനായിട്ടുള്ള USB Type-C പോർട്ടും സ്പീക്കർ ഗ്രില്ലും കാണാം. അതുപോലെ ഇടത് സൈഡിലേക്ക് വരുമ്പോൾ സിം ട്രേ, മുകളിൽ കാര്യമായിട്ടൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കില്ല എന്ന് ചുരുക്കം. ഈ ഒരു ഫോണിൻ്റെ ഇൻഹാൻഡ് ഫീൽ പറഞ്ഞാൽ കയ്യിലൊക്കെ നല്ല ഒതുങ്ങുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. വെയിറ്റ് വളരെ കുറവാണ്, 188 ഗ്രാം മാത്രമേ ഈ ഒരു ഫോണിന് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല ഒരു എളുപ്പം ഈ ഒരു ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സിം ട്രേയെക്കുറിച്ച് പറഞ്ഞാൽ ട്രിപ്പിൾ സ്ലോട്ടാണ്. അതായത് ഒരേ സമയം 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാനാകും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ ഓക്കെയാണ്. പക്ഷേ ഡിസ്പ്ലേ HD ഡിസ്പ്ലേ ആയത് ഒരു കുറവായിട്ട് തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഫുൾ HD ഡിസ്പ്ലേ ആകാമായിരുന്നു എന്ന് തോന്നുന്നു. ഫുൾ HD ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയതിനെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനിന് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നൽകുന്ന ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന സവിശേഷത റിയൽമി 6iക്ക് അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്നു. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനിനെ കുറിച്ച് പറഞ്ഞാൽ 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും നൽകിയിട്ടുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് നമ്പർ അപ്പോൾ 1 ആണോ 2 ആണോ 3 അത് എത്രയാണെന്ന് റിയൽമി അറിയിച്ചിട്ടില്ല. എന്തായാലും കോർണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UIയിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് റിയൽമിയുടേതായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ WPS ഓഫീസ്, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇതിനകത്ത് കാണാം. പിന്നെ ഗൂഗിളിൻ്റേതായിട്ടുള്ള ചില ആപ്ലിക്കേഷനുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത, ഉദാഹരണത്തിന് WPS ഓഫീസ് പോലെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള അരികുകളെക്കുറിച്ച് പറഞ്ഞാൽ ഫോണിൻ്റെ 3 വശത്തും കാര്യമായിട്ട് കനം കുറഞ്ഞ അരികുകളാണ്, ബെസൽസ് ആണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ചിഹ്നം എന്നറിയപ്പെടുന്ന ഫോണിൻ്റെ താഴ്ഭാഗത്ത് ഒരല്പം കട്ടിയുള്ള ബെസലുകൾ നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. അത് ഒരുവിധം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റായി തന്നെ ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
അടുത്തതായിട്ട് ഈ ഒരു ഫോണിനകത്ത് ഉള്ള മറ്റ് ഫീച്ചറുകൾ പറഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യും. അതായത് 2.4 ജിഗാഡ്സിൻ്റെയും 5 ജിഗാഡ്സിൻ്റെയും വൈഫൈ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. കാരണം റിയൽമി ലാസ്റ്റ് പുറത്തിറക്കിയ റിയൽമിൻ്റെ RS20 അത്തരത്തിൽ സിംഗിൾ ബാൻഡ് വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. ചെറിയ മഴത്തുള്ളികളൊക്കെ ഇതിൻ്റെ ബോഡിയിൽ വീണാലും വലിയ പ്രശ്നം ഉണ്ടാകുകയില്ല. FM റേഡിയോ സപ്പോർട്ടുണ്ട്. വൈഡ് വൈൻ L3 സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ളതിൽ നിന്നും കണ്ടന്റുകൾ HD നമുക്ക് കാണാൻ സാധിക്കില്ല. ക്യാമറ ടു API സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിഫോൾട്ട് ക്യാമറ ആപ്ലിക്കേഷൻ മാറ്റി വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്യാം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ചുകൂടി മികച്ച ഫോട്ടോകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. വൈഫൈ എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ സിഗ്നൽ റേഞ്ച് ഇല്ലാത്തടത്ത് പോലും വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാൻ സാധിക്കും. ഡുവൽ 4G സപ്പോർട്ടുണ്ട്. ഈ ഒരു ഫോൺ 4G ആണ്. ഇതിനകത്തുള്ള 2 സിം കാർഡിലും നമുക്ക് 4G വോൾട്ടി ഒരേ സമയം യൂസ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി അത് എത്രത്തോളം ഉണ്ട് എന്ന് പറയാം. ഫോണിനകത്ത് സ്പീക്കർ മോണോ സ്പീക്കറാണ്. ഫോണിൻ്റെ താഴെയാണ് സ്പീക്കർ ഗ്രില്ല് നൽകിയിരിക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള വോളിയം, ഒരുപാട് ഭയങ്കര ലൗഡൊന്നും പ്രതീക്ഷിക്കേണ്ട ഡീസൻറ്റ് വോളിയം, അതുപോലെ ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. ഫോൺ HD ഡിസ്പ്ലേ ആണെങ്കിലും LCD ഡിസ്പ്ലേ ആണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ അനുഭവം നമുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. മികച്ച രീതിയിൽ നമുക്ക് വീഡിയോകൾ കാണാൻ സാധിക്കും. പക്ഷേ ഓർക്ക് HD ഡിസ്പ്ലേ ആയതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ ഇനി 4Kയുടെ വീഡിയോ കണ്ടാലും മാക്സിമം 720p റെസൊല്യൂഷനിൽ നമുക്കിതിൽ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതൊരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിന് അതൊന്നും ഒരു കുറവായിട്ട് പറയാൻ പറ്റില്ല. ഒരുവിധം ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മികച്ച ഒരു വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു ഫോൺ അതുകൊണ്ട് തന്നെ നൽകുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ LCD ആണ്, HD ഡിസ്പ്ലേ ആണ് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡ്, അതായത് പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 662 എന്ന പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. 2 വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കും. 4GB 64GB, 4GB 128GB. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന റാം LPDDR4X ടൈപ്പ് റാമാണ്. ഫയൽ സ്റ്റോറേജിന് UFS 2.1 എന്ന ഫീച്ചറാണ് നൽകിയിരിക്കുന്നത്. അതെല്ലാം ഡീസൻ്റ് ആണ്. അപ്പോൾ ഇവിടെ റാം സെയിം ആണ് 2 വേരിയൻറ്റിലും 4GB. നമ്മൾ ഹയർ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ വ്യത്യാസം വരുന്നത് 64GB എക്സ്ട്രാ നമുക്ക് ഇൻറ്റർണൽ മെമ്മറി ലഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യില്ല എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ലോവർ വേരിയൻറ്റ് വാങ്ങിയാൽ മതി. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആയതുകൊണ്ട് തന്നെയും 64GB വാങ്ങിയാലും നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഈ ഒരു സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സർ അതൊരു മീഡിയം ടൈപ്പ് പ്രോസറാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും ആരും ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. എന്ന് വെച്ച് വലിയ ഗെയിമുകളൊക്കെ നമുക്കൊരു മീഡിയം ഗ്രാഫിക്സ് സെറ്റിങ്സിൽ നല്ല രീതിയിൽ ഈ ഒരു ഫോണിനകത്ത് കളിക്കാൻ സാധിക്കും. പക്ഷേ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഇപ്പം സോഷ്യൽ മീഡിയ ബ്രൗസിങ്, കോൾ ചെയ്യുക അങ്ങനെയുള്ളതിനൊന്നും യാതൊരു ലാഗോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും വരില്ല. ഗെയിമിങ്ങിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു മീഡിയം പെർഫോമൻസ് മാത്രം നമ്മൾ ഈ ഒരു പ്രോസറിൽ നിന്നും പ്രതീക്ഷിച്ചാൽ മതി. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 64 മെഗാ പിക്സൽ ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയും Realme 7iക്ക് അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്നു. മാത്രമല്ല മറ്റ് 3 ക്യാമറകൾ കൂടി ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ്, ഇത് ഉപയോഗിച്ചുകൊണ്ട് 119 ഡിഗ്രി വരെ വൈഡായിട്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസ്, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫോണും ഒബ്ജക്റ്റും തമ്മിൽ 4 സെൻറ്റിമീറ്റർ വരെ അടുപ്പത്തിൽ കൊണ്ടുവന്ന് വലിയ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. 2 മെഗാ പിക്സലിൻ്റെ 4ാമത്തെ സെൻസർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസാണ്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 1080pയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സെൽഫി ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ 16 മെഗാ പിക്സലിൻ്റെ ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് പഞ്ച് ഹോളിൽ നൽകിയിരിക്കുന്നത്. ഈ ലെൻസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് 1080pയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാകും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് അൾട്രാ ഇമേജ് സ്റ്റെബിലൈസേഷനും അതുപോലെ അൾട്രാ ഇമേജ് സ്റ്റെബിലൈസേഷൻ മാക്സ് വീഡിയോ സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 മോഡുകളൊക്കെ ഓൺ ചെയ്തുകൊണ്ട് മികച്ച സ്റ്റേബിളായിട്ടുള്ള വീഡിയോ ഫുട്ടേജുകൾ ഈ ഒരു ഫോണിനകത്ത് എടുക്കാൻ സാധിക്കും. ഇനി ബാറ്ററി സൈഡ്
5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടുണ്ട്. ആ ഒരു 18 വാട്ടിൻ്റെ ചാർജർ തന്നെ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിട്ടുമുണ്ട്. ഇന്ന് വരുന്ന ചില ബ്രാൻഡിൻ്റെയൊക്കെ ഫോണുകളിൽ 18 വാട്ടിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കുകയും പക്ഷേ 10 വാട്ടിൻ്റെ ചാർജറായിരിക്കും ബോക്സിൽ വരുന്നത്. പക്ഷേ ഇവിടെ എന്തായാലും റിയൽമി അങ്ങനെ ചെയ്തിട്ടില്ല. 18 വാട്ടിൻ്റെ തന്നെ ബോക്സിനോടൊപ്പം ചാർജർ നൽകിയിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ചാർജിങ്ങിന് USB Type-C പോർട്ട് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ മിക്ക ബ്രാൻഡുകൾ ചിലപ്പോൾ മൈക്രോ USB പോർട്ടിലേക്ക് മാറാറുണ്ട്. പക്ഷേ Type-C തന്നെ നൽകുന്നു എന്നുള്ളതും വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ എടുത്തു പറയുന്നു. രണ്ട് വ്യത്യസ്ത നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. ഫ്യൂഷൻ ഗ്രീനും ഫ്യൂഷൻ ബ്ലൂവും. നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് ഫ്യൂഷൻ ഗ്രീൻ എന്ന കളർ വേരിയൻറ്റിൽ പെടുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ചിലർ ഫോൺ ഒക്കെ വാങ്ങുമ്പോൾ സാർ വാല്യൂ കൂടി അറിഞ്ഞു വെച്ചിട്ടാണ് പലരും ഫോൺ വാങ്ങുന്നത്. നല്ല കാര്യം. പലരും കമൻറ്റിൽ ചോദിക്കാറുമുണ്ട്, നമ്മളൊരു ഫോണിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയണം. അതുകൊണ്ട് തന്നെയും ഞാനിതിൻ്റെ സാർ വാല്യൂ കൂടി പറയട്ടെ. 1.098 ആണ് ഇതിൻ്റെ ഹെഡിനുള്ള സാർ വാല്യൂ. ബോഡിക്കുള്ളത് 0.531 മാത്രം, വിത്തിൻ ലിമിറ്റ്. ഓർക്കുക, ഇന്ത്യയിൽ അനുവദനീയമായ സാർ വാല്യൂവിൽ താഴെയുള്ള ഫോണുകൾ മാത്രമേ ഇന്ത്യയിൽ വിൽക്കാനാവൂ. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പരിശോധിക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും പുറത്ത് ഇതുപോലൊരു മഞ്ഞ ബോക്സ്, പേപ്പർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് ഇതുപോലെ റിയൽമിയുടെ സേഫ്റ്റി ഗൈഡ്, ക്വിക്ക് ഗൈഡ്, അതുപോലെ ഒരു TPU കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേഷ് കളറുള്ള ഒരു TPU കേസ്, നല്ല ക്വാളിറ്റി ഉള്ള TPU കേസാണ് നൽകിയിരിക്കുന്നത്. ചാർജ് ചെയ്യാനായിട്ട് ഒരു USB Type-C കേബിളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഒരു വലിയ ചാർജിങ് ബ്രിക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ചാർജിങ് ബ്രിക്കാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിനകത്ത് ഉള്ളത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. 4GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 11,999 രൂപയും. 4GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 12,999 രൂപയുമാണ്. അപ്പോൾ HDFCയുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് നമ്മൾ ആ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും 1000 രൂപ ഡിസ്കൗണ്ട് കൂടി ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 11,999 അഥവാ 12,000 രൂപ. ഈ ഒരു 12,000 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പ് നൽകുന്നു. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള വളരെ ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ അനുഭവം നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതും വലിയ കാര്യമായിട്ട് എടുത്തു പറയുന്നു. എനിക്കിതിൽ തോന്നിയ ഒരു കുറവെന്ന് പറയുന്നത് HD ഡിസ്പ്ലേ മാത്രമാണ് എന്നുള്ളതാണ്. അതർവൈസ് ഇതൊരു മനോഹരമായ മികച്ച വിജയം കൈവരിക്കുമെന്ന് എനിക്ക് തോന്നുന്നൊരു സ്മാർട്ട് ഫോണാണ്. റിയൽമി 6i അതൊരു വളരെ നല്ല ഒരു ഫോൺ തന്നെയായിരുന്നു. 6 സീരീസിൽ പുറത്തിറക്കിയ ഫോൺ. അപ്പോൾ ആ ഒരു 6iയേക്കാളും ഒരു ഡൗൺ ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് 7i ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ 6iയും 7iയും കൂടി കമ്പയർ ചെയ്താൽ 6i ആണ് കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ ഇതിൽ നിന്ന് 1000 രൂപ കൂടി കൂടുതലാണ് 6iക്ക്. പക്ഷേ നമുക്ക് 6iയിൽ ഫുൾ HD ഡിസ്പ്ലേ ഒക്കെ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ 7i വാങ്ങണോ അല്ലെങ്കിൽ 6i വാങ്ങണോ എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.